മലയാളിയുടെ ജീവിതത്തിൽ തന്നെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരനുണ്ടോ എന്ന് സംശയമുണ്ട്. അദ്ദേഹം വെറും എഴുത്തുകാരൻ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന കാലത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ആശങ്കകൾ, ഉത്കണ്ഠകളൊക്കെ നിരന്തരം സമൂഹത്തോട് പങ്കുവയ്ക്കുകയും അത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു വലിയ നിഷ്കളങ്കതയും ആത്മാർത്ഥതയുടെയും ഒക്കെ ഒരു പ്രകടനമല്ല, അതാണത്. അത് എം ടിയുടെ ഒരു ഹൃദയത്തിന്റെ ഒരു വിശുദ്ധിയാണ്. എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നൽകുന്ന സ്നേഹം, നമ്മുടെ നിഷ്കളങ്കത, നമ്മുടെ സത്യസന്ധത, അതൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ലോകത്ത് ഈ സ്നേഹത്തിന്റെ നിരാശമാണ് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ നിഷേധമാണ് ഏറ്റവും അധികം എം ടിയെ വേദനിപ്പിച്ചിരുന്ന ഒരു ഘടകം. അദ്ദേഹത്തിന്റെ എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ഇപ്പോ സേതു പറയുന്നൊരു വാചകമുണ്ട്, സേതുവിന് ഒരാളോട് മാത്രമേ ഇഷ്ടമുള്ളൂ, അത് സേതുവിനോട് മാത്രമാണ് എന്ന് പറയുന്ന, അത് ആധുനിക മനുഷ്യന്റെ ഒരു അവസ്ഥയാണ്. നമ്മുടെ സഹജീവികളോട്, സമൂഹത്തോടൊന്നും ഒരു പ്രതിബദ്ധതയില്ലാതെ ഒക്കെ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ എം ടി ഒരു വല്ലാത്ത ഒരു നിരാശ എം ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ആത്യന്തികമായി സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനം, സ്നേഹത്തിന്റെ ഒരു മഹാവിജയം അതുണ്ടാകും എന്ന് തന്നെയുള്ളൊരു ശുഭാപ്തി വിശ്വാസം കൂടി എം ടി പങ്കുവച്ചിരുന്നു. ഈ ആർത്തലിച്ചു വരുന്ന മഹാസമുദ്രങ്ങൾ, എനിക്ക് അജ്ഞാതമായ ആ സമുദ്രങ്ങളല്ല, എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന എന്റെ പ്രിയപ്പെട്ട നിളയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതാണ് ഏറ്റവും വിശുദ്ധം എന്നൊക്കെ പറയുന്ന എം ടിയുടെ അതൊരു വലിയ ഗൃഹാതുരത്വത്തിന്റെ ഒരു തകർന്നുപോയ നാലുകെട്ടുകളുടെയൊക്കെ കഥകൾ പറഞ്ഞിട്ട് നമ്മുടെ ഭൂതകാലത്തിന്റെ അവശേഷിപ്പുകളെ, നന്മയുടെ അവശേഷിപ്പുകളെയൊക്കെ മലയാളിയെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന, അതിലൊക്കെ വല്ലാതൊരു അത് അദ്ദേഹത്തിന്റെ ഒരു എന്താണ് പറയേണ്ടത്, അത്രയും ഒരു ഹൃദയത്തിന്റെ വിശുദ്ധിയും ഒക്കെയുള്ള ഒരുപക്ഷെ അദ്ദേഹം കേരളത്തിലായിരുന്നില്ല അല്ലെങ്കിൽ മലയാളത്തിലായിരുന്നില്ല അദ്ദേഹം രചനകൾ നിർവഹിച്ചിരുന്നു എങ്കിൽ, ഏതെങ്കിലും വിദേശ ഭാഷയിലോ ഇംഗ്ലീഷിലോ ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ രചനകളെങ്കിൽ അദ്ദേഹം തീർച്ചയായും ഈ നോബൽ പ്രൈസ് അല്ലെങ്കിൽ അതിനപ്പുറം ഒക്കെ കിട്ടേണ്ട ഒരു മഹാ വ്യക്തിത്വമാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്കുള്ള ചില കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെയുള്ള സങ്കല്പമുണ്ട്. ഇപ്പൊ ഒരു ചതിയൻ ചന്തു എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലുള്ള ഒരാളെ, ആ ചതിയനല്ല, അയാളുടെ ഉള്ളിലൊരു നന്മയുണ്ട് എന്ന് നമ്മളെ മറ്റൊരു ആംഗിളിൽ അതിനെ കാണാൻ പ്രേരിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഭീമന്റെ മറ്റൊരു മുഖം, ഇതൊക്കെ അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന ഒരു മഹാപ്രതിഭയാണ്. അദ്ദേഹം കേവലം ചലച്ചിത്രകാരനല്ല, എഴുത്തുകാരൻ മാത്രമല്ല, അദ്ദേഹം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് സിനിമാ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്, അങ്ങനെ വിവിധ മേഖലകളിൽ പത്രാധിപരാണ് അദ്ദേഹം. എല്ലാ അർത്ഥത്തിലും മലയാളിക്ക് ഇത് നമ്മൾ ഈ ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു തീർത്താൽ തീരാത്ത നഷ്ടം എന്നൊന്നും പറഞ്ഞാൽ അത് വാക്കുകൾക്ക് പോലും അർത്ഥം നഷ്ടപ്പെടുന്ന ഒന്നാണ്. ആ വിയോഗം അത്രയേറെ നമ്മളെ ശരി എം ടി രണ്ട് അക്ഷരം കൊണ്ട് മാത്രം മലയാളികൾ ആദരവോടെ വിശേഷിപ്പിക്കുന്ന അതുല്യനായ മലയാളികളുടെയും മലയാളത്തിൻ്റെയും ഏറ്റവും വലിയ സ്വത്ത്, അതാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എം ടിക്ക് സമാനമായി മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ മലയാളത്തിൽ കഴിയില്ല, കേരളത്തിൽ കഴിയില്ല. ഒരുപക്ഷെ യുവതലമുറയിൽപ്പെട്ടവർക്ക് എത്രത്തോളം വലുതായിരുന്നു എം ടിയുടെ സംഭാവന മലയാളത്തിന് എന്ന കാര്യം അറിയില്ലെങ്കിലും, ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു കാലഘട്ടത്തിൽ എം ടി എഴുതുന്ന ഓരോ ചെറുതും വലുതുമായിട്ടുള്ള കഥകളും പുസ്തകങ്ങളും വായിക്കുകയും തുടർന്ന് അത് സിനിമയിലൂടെ നമ്മുടെ മനസ്സിലേക്ക്, സിരകളിലേക്കും അള്ളിപ്പിടിക്കുകയും ചെയ്തിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾ കഥകളിലൂടെ അവലോകനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എത്രയെത്ര നോവലുകളാണ് സിനിമകളായി മാറിയിട്ടുള്ളതെന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ ഇഴയെടുപ്പമുള്ള അദ്ദേഹവും സിനിമയും, അദ്ദേഹത്തിൻ്റെ നോവലും സിനിമയും തമ്മിലുള്ള ബന്ധം അഭേദ്യമായിട്ടുള്ളൊരു ഒന്നാണ്. കനത്ത നഷ്ടം. 91 വയസ്സെന്ന് പറയുന്നത് കേരളത്തിൽ അത്ര വലിയൊരു വയസ്സല്ല. ഇത്രയും പ്രശസ്തനും
കേരളത്തിൽ ഒരു നൂറ്റാണ്ടിൽ, ഈ നൂറ്റാണ്ടിൽ നമുക്കെടുത്തു പറയാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സാഹിത്യകാരൻ, കഥാകാരൻ എന്നുള്ള നിലയിൽ ഇനിയൊന്ന് അതുപോലുള്ള ഒരാളെ ഇനി പിറക്കുക തന്നെ വേണം. നമുക്ക് അദ്ദേഹത്തിന് സമാനമായ വിവിധ മേഖലകളിലുള്ളവർ എം ടി വാസുദേവൻ നായരെ അനുസ്മരിക്കുകയാണ്. എം ടിക്ക് തുല്യൻ, എം ടി മാത്രം എന്നുള്ള വാചകങ്ങളാണ് കൂടുതൽ പേരും അനുസ്മരണ സന്ദേശങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എം ടിയെ അടുത്തറിഞ്ഞവരാണ് പലരും. ഇക്കൂട്ടത്തിൽ എം ടിയെ അകലിൽ നിന്ന് കണ്ടവരല്ല. എം ടിക്കൊപ്പം ധാരാളം വേദികൾ പങ്കിട്ടിട്ടുള്ളവരാണ്. എം ടിയുടെ സംസാരം അടുത്തു നിന്ന് കേൾക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. അതുപോലെ തന്നെ എം ടിക്കൊപ്പം പ്രവർത്തിച്ച ആളുകളുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് സിബി മലയിലും കമലും രണ്ടുപേരും വളരെ അടുത്തു നിന്ന് എം ടിക്കൊപ്പം പ്രവർത്തിച്ച ആളുകളാണ്. ലാൽ ജോസിന്റെ അനുസ്മരണം ഉണ്ടായിരുന്നു. ലാൽ ജോസിന് ഒടുവിൽ ആ ഭാഗ്യവും കിട്ടി. നീലത്താമര രണ്ടാമതും സിനിമയായ സമയത്ത് ലാൽ ജോസിനാണ് ആ ഒരു ഭാഗ്യം കിട്ടിയത്. ചില സംവിധായകർ ഇപ്പോഴും പറയുന്നത് കേൾക്കാം, എം ടി വാസുദേവൻ നായരുടെ ഒരു തിരക്കഥ തനിക്ക് സംവിധാനം ചെയ്യാൻ കിട്ടിയില്ലല്ലോ എന്ന്. അത് കമൽ നേരത്തെ പറഞ്ഞിരുന്നു. കമൽ എം ടിയെ അടുത്തുനിന്ന് കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ തിരക്കഥാ മികവിൽ കമലിന്റെ ഗുരുനാഥന്മാർ സിനിമകൾ സംവിധാനം ചെയ്യുന്നത് കമൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ കമലിന് എം ടിയുടെ ഒരു തിരക്കഥ അഭപാളിയിലേക്ക് ആവാഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സിബി മലയിലിന് ആ ഭാഗ്യം കിട്ടുകയും ചെയ്തു. എം ടിക്ക് ആ സമയത്ത് തന്നെ നേരത്തെ പറഞ്ഞിരുന്നതാണ്, എം ടിയുടെ തിരക്കഥ കിട്ടുവാൻ സംവിധായകർ അങ്ങോട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് വളരെ ചുരുക്കം സംവിധായകർക്ക് മാത്രമേ അതിനുള്ള അവസരം കിട്ടിയിട്ടുള്ളൂ. 1963 മുതൽ അദ്ദേഹം വിടവാങ്ങുന്ന സമയം വരെ സിനിമാ രംഗത്ത് സജീവമായി തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തിരക്കഥാ രചനയിൽ ഇടവേളകൾ ഉണ്ടായിരുന്നില്ല എന്നത് പ്രത്യേകതയാണ്. അദ്ദേഹത്തിന്റെ കഥകളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചിത്രങ്ങളുടെ അതിന്റെ ട്രെയിലർ റിലീസിങ്ങും പിറന്നാളോടനുബന്ധിച്ചുള്ള കുടുംബ ആഘോഷവുമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പം അന്നും ഇതേ അവസരമായിരുന്നെങ്കിൽ പോലും അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. അവിടെ വെച്ചാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അവിടെ വെച്ചാണ് കേക്ക് മുറിക്കുന്നത്. കേക്ക് മുറിച്ച് വാസുദേവന് കൊടുക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പലരും കാണുന്ന പോലെ മമ്മൂട്ടി ആദ്യം കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അഞ്ചോട് ചേർന്ന് പിന്നിരുന്നത് ആ ഘട്ടത്തിലാണ്. നമുക്ക് പകരം വയ്ക്കാൻ ഇല്ലാത്ത ഒരു വലിയ പ്രതിഭയാണ് നഷ്ടമായിട്ടുള്ളത്. നമ്മളൊരു ചെറിയ ജനവിഭാഗം മാത്രം സംസാരിക്കുന്ന ലോകത്തിൽ നോക്കുമ്പോൾ ഒരു ഭാഷയാണെങ്കിൽ പോലും ആ ഭാഷയിലെ സാഹിത്യത്തെ ലോകത്തിന്റെ നിലവാരത്തിലേക്ക്, ഉന്നതിയിലേക്ക് എത്തിച്ച മഹാനായ സാഹിത്യകാരനായിരുന്നു എം ടി എന്നുള്ളത്. അദ്ദേഹം ബഹുമുഖ പ്രതിഭ കൂടിയായിരുന്നു. കഥയും നാടകവും നോവലും സംവിധാനവും. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാനത്തിന്റെ സൃഷ്ടിയൊക്കെ ഇന്ന് മലയാളത്തിൽ സാധ്യമാകുമോ എന്ന് പലരും പറയാറുണ്ട്. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന അദ്ദേഹത്തിന്റെ കഥയെ ആസ്പദമാക്കിക്കൊണ്ടാണല്ലോ നിർമാല്യം അദ്ദേഹം സംവിധാനം ചെയ്തത്. അപ്പോൾ പലതരത്തിലുള്ള സംഭാവനകൾ ചെയ്തു. എക്കാലത്തും മാനവികത, നീതിബോധം, മതനിരപേക്ഷത, ആ മൂല്യങ്ങൾ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചു. എഴുത്തിന്റെ ഒപ്പം തന്നെ തന്റെ നിലപാടുകൾ ഓരോ പ്രശ്നത്തിലും ശക്തമായി ചെറിയ വാക്കുകളിലൂടെയും വാചകങ്ങളിലൂടെയാണെങ്കിൽ പോലും അദ്ദേഹം പ്രകടിപ്പിച്ചു. എക്കാലത്തും മലയാള ഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹം ജീവിച്ചുകൊണ്ടേയിരിക്കും.